എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധൻ നഹ്സിന്റെ ദിവസമാണ്. എന്നാൽ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനിലാണ് ഏറ്റവും കൂടുതൽ ആഫത്തുകളും മുസീബത്തുകളും ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെടുന്നത്. എന്നാൽ അന്നത്തെ ദിവസം അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ തേടണം. അതുപോലെ തന്നെ സകല മുസീബത്തുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി രക്ഷയുടെ ആയത്തുകളെയും ദിക്റുകളെയും നമ്മൾ പതിവാക്കണം, നമ്മൾ അധികരിപ്പിക്കണം. ഇന്നത്തെ ദിവസം ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളും ആയത്തുകളുമുണ്ട്. അതോടൊപ്പം ഈ മുസീബത്തുകളിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ വേണ്ടി, സലാമത്ത് ലഭിക്കാൻ വേണ്ടി വിജയികൾ ചൊല്ലുന്ന സ്വലാത്തായ സ്വലാത്തുൽ ഫാത്തിഹനെയും നമ്മൾ അധികരിപ്പിക്കണം. രക്ഷയുടെയും അതുപോലെ തന്നെ തവക്കുലിൻ്റെയും ആയത്തുകൾ ഒരുപാടുണ്ട്. വളരെ എളുപ്പത്തിൽ സാധാരണക്കാർക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ ആയത്തുമുണ്ട്. ആദ്യമായി പരിശുദ്ധമായ ഖുർആനിൽ 70 ഷിഫാ ഉള്ള ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫാത്തിഹ. ആദ്യമായി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. അതിൻ്റെ ശേഷം സൂറത്തുൽ യാസീൻ നമ്മൾ പാരായണം ചെയ്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് എത്തുന്ന സമയം 313 തവണ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിനെ നമ്മൾ ഓതുക. അതിൻ്റെ ശേഷം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിനെ നമ്മൾ അധികരിപ്പിക്കുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് നമ്മൾ ഓതിയതിൻ്റെ ശേഷം യാസീനിനെ നമ്മൾ പൂർത്തീകരിക്കണം. അതിൻ്റെ ശേഷമാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്റിനെ നമ്മൾ ചൊല്ലേണ്ടത്. അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കുലാക്കി അള്ളാഹുവിൻ്റെ സഹായം തേടുന്ന പരിശുദ്ധമായ ഖുർആനിൽ ഇടം പിടിച്ച ഒരു ദിക്റ് കൂടിയാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നത്. അതിനെ നമ്മൾ ഇന്ന് മഗ്‌രിബോടുകൂടി നാളത്തെ ദിവസവും നമ്മൾ അധികരിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷ ലഭിച്ച് നമ്മൾ വിജയികൾ ചൊല്ലുന്ന സ്വലാത്താകുന്ന സ്വലാത്തുൽ ഫാത്തിഹനെ ഒരു 11 തവണയെങ്കിലും ചൊല്ലുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന ഖളാഅുകളെ തട്ടിമാറ്റാൻ നമ്മുടെ ഇന്നത്തെ ദുആയും അതുപോലെ തന്നെ നാളത്തെ ദുആയുമൊക്കെ ഉപകാരപ്പെടുത്തി തരട്ടെ. നമ്മുടെ സകല ദുആകൾക്കും അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.